الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الحمد لله الواحد القهار الصمد الجبار العزيز الغفار. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. إلا التي وهي قبل الموت بانيها وإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها. فعمل لدار غدا رضوان خازنها والجار أحمد ورحمن ناشيها. റസൂലിനെ തോളിൽ ചുമന്നൊരു വാഹനമാണല്ലോ കസുവ മുത്തിനൊട്ടകമല്ലോ. തോരാത്ത സങ്കടം വീഴുമ്പോ പൂമുത്തിൻ ചാരത്തീരും നല്ലോ കസുവ വാരിപ്പോണറുന്നല്ലോ.
ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ ഖസ്വ മുത്തിനൊട്ടകമല്ലോ. ഹിജ്റയ്ക്ക് പോകുമ്പോളിടറാത്ത കാലുമായി കൂടെ നടന്നല്ലോ ഖസ്വ മലകൾ കടന്നല്ലോ. ഹിതമെന്തെന്നറിയുമ്പോ ഖിദ്മത്ത് ചെയ്തിട്ട് ഇഷ്കിൽ ലയിച്ചല്ലോ ഖസ്വ സ്നേഹം ജ്വലിച്ചല്ലോ. ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ ഖസ്വ മുത്തിനൊട്ടകമല്ലോ. ഒരു നാളിൽ കഅബക്ക് ചുറ്റും റസൂലിനെ കൊണ്ടു നടന്നല്ലോ ഖസ്വ കഅബം കരഞ്ഞല്ലോ. പല നാളിൽ മുത്തോളി പട്ടിണിയാകുമ്പോ പതറാതെ നിന്നില്ലേ ഖസ്വ പിരിയാത്ത കൂട്ടല്ലേ. ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ ഖസ്വ മുത്തിനൊട്ടകമല്ലോ. മുത്തിൻ വഫാത്തിൻ്റെ നേരത്ത് കട്ടിലിൽ ചോട്ടിൽ ഇരുന്നില്ലേ ഖസ്വ പൊട്ടിക്കരഞ്ഞില്ലേ. മുത്തി നടന്നും ഇഴഞ്ഞും ബഖീഇന്റെ മണ്ണിൽ അമർന്നില്ലേ തല മണ്ണിൽ അടിച്ചില്ലേ. ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ ഖസ്വ മുത്തിനൊട്ടകമല്ലോ. തോരാത്ത സങ്കടം വീഴുമ്പോ പൂമുത്തിൻ ചാരത്തീരുന്നല്ലോ ഖസ്വ വാരി പുണറുന്നല്ലോ. തോരാത്ത സങ്കടം വീഴുമ്പോ പൂമുത്തിൻ ചാരത്തീരുന്നല്ലോ ഖസ്വ വാരി പുണറുന്നല്ലോ. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ മഹനീയമായ ഈ മജ്‌ലിസിനെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന അർത്ഥവത്തായ ഭാഷണം നടത്തി നമ്മുടെ സദസ്സിനെ, നമ്മുടെ മനസ്സിനെ കുളിരണിയിച്ച് ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന ഈ മക്കളുടെ മദ്രസയ്ക്ക് വേണ്ടി നല്ല ഒരു തുടക്കം കുറിച്ച് സ്നേഹസാഗരമായി നമ്മുടെ മുമ്പിൽ സംസാരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഈ നാടിൻ്റെ ഖാളി, കിൽത്താൻ്റെ ഖാളിയായ ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയ ബാഖവി ഉസ്താദ് അവർകൾ ഈ പരിശുദ്ധമായ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഒരുപാട് കാലം നമ്മളോട് സംസാരിക്കാനും
നമുക്ക് വേണ്ടുന്ന നിലയിൽ ഉപദേശ നിർദ്ദേശങ്ങൾ തരാനും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് നിർദ്ദേശിക്കാനും അല്ലാഹു ഉസ്താദിന് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ പവിത്രമായ ഈ മഹനീയമായ ഈ മജ്ലിസിലിരിക്കുന്ന ബഹുമാന്യനും ആദരണീയനുമായ ബഹുമാനപ്പെട്ട നമ്മുടെ കുഞ്ഞുമാഷിനെ പോലെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ പോലെ, ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങളെ പോലെ, എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പോലെയുള്ള സഹോദരങ്ങൾ ഈ പവിത്രമായ ഈ മഹനീയമായ ഈ മജ്ലിസിലിരിക്കുന്ന ബഹുമാന്യനും ആദരണീയനുമായ ബഹുമാനപ്പെട്ട നമ്മുടെ കുഞ്ഞുമാഷിനെ പോലെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ പോലെ, ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങളെ പോലെ, എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പോലെയുള്ള സഹോദരങ്ങൾ ഈ പവിത്രമായ ഈ മഹനീയമായ ഈ മജ്ലിസിലിരിക്കുന്ന ബഹുമാന്യനും ആദരണീയനുമായ ബഹുമാനപ്പെട്ട നമ്മുടെ കുഞ്ഞുമാഷിനെ പോലെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ പോലെ, ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവരായ സഹോദരൻ അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ഉള്ളൊരു നാമീം പറഞ്ഞ് നമ്മൾ ഇങ്ങനല്ലല്ലോ, കിൽത്താൻ ദീപാർ ഇങ്ങനല്ല, ഞാൻ കണ്ട കിൽത്താൻ ദീപാർ ഇങ്ങനല്ല, നല്ല ഉറക്ക സലാത്തില്ല ആമീൻ പറയുന്നവരാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹു സന്തോഷവും സമാധാനവും അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇവിടെയുള്ള കർമ്മധീരരായ ചുണക്കുട്ടികൾ, ഈ നാട്ടിന്റെ ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, ഇവിടെ ഞാൻ ഇവിടത്തേക്ക് വരുമ്പോഴും ഈ മദ്രസയുടെ കാര്യമാണ് അന്നും എന്നോട് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ഒരു വട്ടം കൂടെ ഇവിടത്തേക്ക് എന്നെ ക്ഷണിക്കുകയും അന്ന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, ഈ ഒരു സമയത്ത് ഇവിടെ വരാനും നിങ്ങളുമായിട്ട് കാണാനും കഴിഞ്ഞു. ഒന്നുകൂടെ അതിന് അല്ലാഹുവിനെ ഒന്നുകൂടെ സ്തുതിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇന്നലത്തെ ആട്ടം ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല. ഒരു വട്ടം കൂടെ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കേണ്ടതായി. അപ്പൊ ആട്ടം കഴിയണമെങ്കിൽ ഇൻഷാല്ലാഹ് നാളെ ഏതായാലും അല്ലാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാത്തിക്കൊടുത്ത ലോകത്തിന്റെ തിരുദൂതർ സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ആ റബീഉ നമ്മളിലേക്കൊന്ന് കടന്നു വരികയാണ്. അതിനെ വരവേൽക്കാൻ വേണ്ടി കിൽത്താൻ ദീപെന്ന് മാത്രമല്ല, ഈ അണ്ടകടാഹങ്ങൾ മുഴുവനും ഒരുങ്ങി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദീന് പറയുന്ന ആ മജ്ലിസിന്റെ ഒന്നാമത്തെ സുദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് പ്രാവശ്യം ഹബീബായ തങ്ങളുടെ പേര് പറയും, ഹബീബായ തങ്ങളുടെ മദ്ഹുകൾ പാടും, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്കിന്റെ അനുരാഗങ്ങൾ നമ്മൾ ഇവിടെ പറയും. അതിലൂടെ ഒരു യാത്ര ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങളിൽ അൽഹംദുലില്ലാഹ് നമുക്കൊന്ന് കടന്നു പോകണം. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങളുടെ ചെറുപ്പക്കാരെയും ഒക്കെ നിങ്ങൾ അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിലേക്കൊന്ന് കൊണ്ടുവരണം. നമ്മൾ വിളിക്കാതെ, ആരും വിളിക്കാതെ പാതിരാത്രി 1 മണിക്കും 12 മണിക്കും 12:30ക്കൊക്കെ അലാറം വെച്ചുകൊണ്ട് എഴുന്നേറ്റ് ഒരുമിച്ച് കൂടിയ സമയങ്ങൾ നമ്മൾ നിന്ന് കടന്നുപോയിട്ടുണ്ട്. ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് കാണരുത്, ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് കാണരുത്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് കാണാൻ, അവരോടുന്നത് കാണാൻ, അവർ ഗോളടിക്കുന്നത് കാണാനൊക്കെ വളരെ ആകാംക്ഷയോടെ നമ്മൾ ഓടിപ്പോയിട്ടുള്ള സമയമുണ്ടായിരുന്നു. അവിടെ മഴ നമുക്ക് പ്രശ്നമല്ല, കാറ്റ് നമുക്ക് പ്രശ്നമല്ല, ഒന്നും തന്നെ നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ ഇഷ്ടതാരങ്ങളെ ഒന്ന് കാണുക. അള്ളാന്റെ ഹബീബിനോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ മുഴുവനും ആർജവത്തോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നാളെ ഹബീബിനോടൊപ്പം കടന്നു പോകാൻ പറ്റുകയുള്ളൂ.
നാളത്തേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. നാളത്തേക്ക് നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന നേതാവ് മുത്തുനബിയാണ്. വെള്ളിയാഴ്ചകളിൽ ഉസ്താദുമാർക്ക് നന്നായിട്ട് അറിയാം, ഒന്നാമത്തെ സഫിൽ 5 മെസ്സി പറ്റുകയുള്ളൂ, റൊണാൾഡോ. ചില നാടുകളിലെ പള്ളി കയറി നാളത്തേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. രണ്ടാമത്തെ സഫിൽ പിന്നെ റൊണാൾഡോ, പിന്നെ അടുത്തൊരു കൊച്ചുകുട്ടിയുടെ ഇങ്ങനെ എന്തോന്ന് ഇപ്പൊ ചോദിച്ച ബാബ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. പിന്നെ ഉസ്താദ് നാളെ എന്റെ വാപ്പാന്റെ കളിയാണ്. പടച്ചറപ്പെ ഞാൻ ഞെട്ടി. അപ്പൊ എംബാപ്പയാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. എംബാപ്പയാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. സംഭവം എന്താ പറഞ്ഞത്? എന്റെ വാപ്പയുടെ കളിയാണ്. അപ്പൊ നമ്മൾ ഞെട്ടി. കാലങ്ങൾ അങ്ങനാണ്. ഏതായാലും അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മദീനയുടെ മണിമുത്തായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലേക്ക് കടന്നു വരുന്ന മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന മിസ്അബ് ബിൻ ഉമൈറേ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. മദീന പള്ളിയുടെ ചാരത്തുകൂടെ നിങ്ങളൊന്ന് നടക്കണമല്ലോ. അങ്ങനെ നടന്ന് കടന്നു പോയിട്ട് കാണുന്നവരോട് പറയുമോ, അല്ലാഹുവിന്റെ റസൂല് മദീന പള്ളിയിലേക്ക് വിളിക്കുന്നുവെന്ന് കേട്ടപാട് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. കടന്നു പോയിട്ട് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബാ, എല്ലാവരെയും മദീന പള്ളിയുടെ ഉള്ളില് ലോകത്തിന്റെ നേതാവ് വിളിക്കുന്നെന്ന് പറയുമ്പോ ചെയ്തുകൊണ്ടിരുന്ന സകലമാന ജോലികളും വലിച്ചെറിഞ്ഞിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. എല്ലാവരും കടന്നിരിക്കുമ്പോ റസൂലുള്ള പറയാണ്, മിസ്അബ് ബിൻ ഉമൈറേ, നിങ്ങൾ മദീന പള്ളിയുടെ ഉള്ളിലേക്ക് വരുമ്പോ ഈ റസൂലെന്തേ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന നക്ഷത്ര തുല്യരായ സ്വഹാബത്തിന്റെ മുമ്പിലൊന്ന് പറയാൻ പറ്റോ? കേട്ടപാട് മഹാനുഭാവൻ പറയുന്നു, അതേ യാ റസൂലല്ലാഹ്, ഓർമ്മയുണ്ട് നബിയേ. നാളെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കഥയാ പറഞ്ഞത്, സ്വർഗത്തിന്റെ സന്തോഷത്തെ പറ്റിയാ പറഞ്ഞത്, സ്വർഗത്തിന്റെ അനുരാഗങ്ങളെ പറ്റിയാ പറഞ്ഞത്, സ്വർഗത്തിന്റെ കവാടങ്ങളെ പറ്റിയാ പറഞ്ഞത്. യാ റസൂലല്ലാഹ്, എന്തേ നബിയേ എന്നോടങ്ങനെ ചോദിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മിസ്അബ് ബിൻ ഉമൈറേ, ഈ ഇരിക്കുന്ന സ്വഹാബത്തൊന്ന് കേൾക്കാനാണ്. ഉടൻ തന്നെ റസൂലുള്ള ചോദിക്കുകയാണ്, എന്റെ സ്വഹാബാ, ഇവിടം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ടോ? സ്വഹാബാ, സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അവിടെ എന്ത് പറഞ്ഞാലും ആഗ്രഹമാണ്, അവിടെ എന്ത് പറഞ്ഞാല് കേൾക്കാ കൊതിയാണ്. ഒരിക്കലും നരകത്തിന്റെ കവാടത്തിന്റെ വഴികളിലേക്ക് അവിടെ പറഞ്ഞു വിടില്ലല്ലോ നബിയേ. അതുകൊണ്ട് ചൊല്ലുമോ നബിയേ, അത് കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് നബിയേ. ഉടൻ തന്നെ റസൂലുള്ള പറയാ, പ്രിയ സ്വഹാബത്തെ ഒന്നു ചേർന്ന് ഇരിക്കാമോ, അത്ഭുതമായ കഥകളൊന്നായി ഉരക്കാമേ, സ്വർഗ കവാടം തുറന്നു കാണാ കൊതിയില്ലേ, കൊട്ടാരം വേണോ മണിമാളിക സ്വഹാബോരേ, ഹബീബോരേ, ഖൽബിന്റെ മാണിക്ക വെണ്ണിലാവേ റസൂലോരേ, മണിമാളിക സ്വഹാബോരേ. അതിന്നിപ്പോ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും നേടാം, എനിക്കും നേടാം. ഹബീബോരേ, ഖൽബിന്റെ മാണിക്ക വെണ്ണിലാവേ റസൂലോരേ, മുഹമ്മദ് മുസ്തഫ
നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൊരുപാട് നേരം വളരെ കുറഞ്ഞ സമയം നമ്മുടെ അല്ലാഹു വേണ്ടുന്ന കോലത്തില് നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം എൻ്റെ മനസ്സിനോട് അല്ലെങ്കിൽ എന്നോടോ നമ്മുടെ സംഘാടകരോടോ പറയാം ഉസ്താദേ ഇന്ന വിഷയം ഒന്ന് പറയണമെന്ന് നിങ്ങൾ ഒരു ദിവസം മുന്നേ പറഞ്ഞ് നമുക്കത് പറയണമെന്നൊന്നുമില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറഞ്ഞ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. നാളെ പോലെ നമ്മൾ ഇൻഷാ അല്ലാഹ് നേരത്തെ നമ്മൾ ആരംഭിക്കും. അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, സ്വർഗത്തിന്റെ കവാടത്തിൽ ചില മാലാഖമാര് നിൽക്കുകയാണ്. ആരെ കാത്താണ് നിൽക്കുന്നതെന്നറിയോ? ദ്വീപിന്റെ മണ്ണില് പ്രഭാഷണങ്ങൾ നടക്കുമ്പോ, ഇൽമുകൾ നടക്കുമ്പോ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ എത്രയോ വഴിയോരത്തു നിൽക്കുന്നുണ്ട്. പടച്ചവനെ, വഴിയോരത്തെങ്കിലും കടന്നു വന്നവരുണ്ടല്ലോ, സന്തോഷമാ. ദീനിന്റെ മജ്‌ലിസിൽ എത്ര ആളുകളാണ് കടന്നിരിക്കുന്നത്. അല്ലാഹുവേ, നമുക്കെല്ലാം അറിയാമല്ലോ, നമുക്കൊരു കുറവുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഉസ്താദിന്റെ ആവതുള്ള സമയത്ത് നിങ്ങളോട് എത്ര വഅദ് പറഞ്ഞതാ. അന്ന് എത്രയാ നിങ്ങൾ പള്ളിയിൽ നേരത്തെ പോയത്. പടച്ചവനെ, എപ്പോഴാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നത്? ജുമുഅക്ക് അവിടുന്ന് ഒന്നാമത്തെ ഖുത്ബ കഴിയുമ്പോ പടച്ചവന്റെ പള്ളിയിലേക്ക് സൈക്കിളും വെച്ച് ഓടിപ്പോകുന്നവരല്ലേ എന്റെ ചെറുപ്പക്കാരാ. 2 ഖുത്ബ 2 റക്അത്തിന്റെ സ്ഥാനത്താണ്. അത് കളഞ്ഞിട്ട് പിന്നെന്തു ജുമുഅയാ? ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ മുമ്പേ ഒരുപാട് നസീഹത്തുകള് ഉമ്മയെപ്പറ്റി, ബാപ്പയെപ്പറ്റി, എന്തിനേറെ അയൽവാസികളെ പറ്റിയിട്ട്, കുടുംബജീവിതത്തെ പറ്റിയിട്ട് ഒരുപാട് ഉസ്താദ് വഅദ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കത് കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ബാപ്പയെന്നറിയാത്തത്, ഉമ്മായെ സ്നേഹിക്കാൻ കഴിയാത്തത്, അയൽവാസികളോട് ബഹുമാനം കൊടുക്കാൻ കഴിയാത്തത്, അയൽവാസികളെ നല്ലതുപോലെ സ്നേഹത്തോടെ ഒരു പുഞ്ചിരി പോലും കൊടുക്കാൻ കഴിയാത്തത്. വെള്ളിയാഴ്ചകളെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് ദ്വീപുകളെ സംബന്ധിച്ചിടത്തോളം മറിവിന്റെ മണിമുത്തുകൾ ഒന്നുകൾ ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ ഉസ്താദ് പറയുമ്പോ ഒന്നാമത്തെ സലാം പള്ളിയിലും രണ്ടാമത്തെ സലാം പള്ളിയുടെ പുറത്തായാ പറ്റൂല. 10 മിനിറ്റ് ഒന്ന് മനസ്സ് കൊടുത്താ അപ്പൊ ചിന്തിക്കും, അല്ലാ, ഇന്ന് ഉസ്താദ് പറഞ്ഞത് ശരിയാണല്ലോ മോനെ. ആ ഒരു 10 മിനിറ്റാണ് നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് പറയുമ്പോ എന്തിനേറെ അള്ളാന്റെ റസൂലിന്റെ മുമ്പില് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടോ? ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ കണ്ടോ? അവനോട് പറയണം, നബിയേ, ഇനി 1 മണിക്കൂറേ ദുനിയാവിന്റെ പുറത്തുള്ളൂ, അത് കഴിഞ്ഞ അവന്റെ മരണമാണെന്ന് പറയണേ നബിയേ. അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ പറയാനാ ജിബ്രീലേ? അല്ല പറഞ്ഞു വിട്ടതാ നബിയേ, അല്ലാഹു പറഞ്ഞു വിട്ടതാ നബിയേ. അല്ല പറഞ്ഞിട്ട് 1 മണിക്കൂർ എന്നെ സമയമുള്ളൂ. ആ മനുഷ്യനോട്, അല്ല, അവിടെ ഇരിക്കുന്ന ഒരാൾ എന്നെ അന്തം വിട്ടു നോക്കണം, നിങ്ങളുടെ കഥ അല്ലേ പറഞ്ഞു. ഞാനിങ്ങനെ വിരൽ ചൂണ്ടിന്ന് വെച്ചാൽ മൊത്തത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ അല്ല പറഞ്ഞു വിട്ടത് നിങ്ങൾ തന്നെ പോയിട്ട് പറയണം. നിങ്ങൾ തന്നെ പോയിട്ട് പറയണം, 1 മണിക്കൂർ ഇനിയുള്ളൂ, അതുകൊണ്ട് സൂക്ഷിക്കണം. പറയണ ആരാണ്? മുസ്തഫ നബി തങ്ങളാ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നുമില്ല. ഇത് വെറുതെ പറയല്ലേ. ഇന്നിപ്പോ ഇവിടെ പിന്നെ നമ്മുടെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോ ചോദിക്കണത് ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, ഖുർആനിലുണ്ടോ എന്നൊന്നുമല്ല. ഇന്നിപ്പോ ആദ്യം ചോദിക്കുന്ന ജമിനിയിലുണ്ടോ എന്നാണ്. ആദ്യം ഇന്നിപ്പോ ചോദിക്കുന്നത് എന്താ? ജമിനിയിലുണ്ടോ, ChatGPT-യിലുണ്ടോ? ഈ രണ്ടിലുണ്ടെങ്കിൽ ശരി, ഓക്കെ. ബുഖാരി ഹദീസൊന്നും നമുക്ക് വേണ്ട അല്ലേ? ഇപ്പൊ നമ്മുടെ പരിപാടി ഇപ്പൊ ലൈവാണ്. ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരി പള്ളിയില് ആ പഴയ പള്ളി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ഒരു ഹദീസ് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നെ ജീവിതത്തെ പറ്റി. അപ്പോ വേറൊരു ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കുന്നു, ഞാൻ ജമിനിയിൽ നോക്കിയിട്ട് കണ്ടില്ല എന്നാ. ഞാൻ പറഞ്ഞ ഹദീസ് ജമിനിയിൽ നോക്കിയിട്ട് കണ്ടില്ല എന്നാ. സുബ്ഹാനല്ലാഹ്, കാലമൊക്കെ മാറി ഉസ്താദ്. ഇനി ഒരു മസല വന്നിട്ട് കാര്യമില്ല. നോക്കണപ്പോ ജമിനിയിലും ChatGPT-യിലാണ് ഇല്ലേ? ഉസ്താദ് പിന്നെ യൂട്യൂബേ പറഞ്ഞുള്ളൂ, ഞാൻ 2 കൂടെ കൂട്ടിച്ചേർക്കാൻ.
അതാണ് കാലം. ഇന്ന് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കേറൂല. അതുകൊണ്ടാണ് അവിടെ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട ജിബ്രീലേ, ഞാൻ തന്നെ പറയണോ? അതേ നബിയെ, നിങ്ങൾ തന്നെ പറയണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചെറുപ്പക്കാരന്റെ മുമ്പിൽ ചെല്ലുകയാണ്. വിളിച്ചുകൊണ്ട് പറയുന്ന പൊന്നുമോനെ, 1 മണിക്കൂർ കൂടെ നിനക്ക് ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോവുകയാണ്. പഠിച്ചവനെ, ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലാ. അങ്ങോട്ട് മാറ്റാനൊന്നുമില്ല, മാറ്റിവെക്കാനൊന്നുമില്ല. തമാശയാണെന്ന് പറയാൻ പറ്റൂല. ലോകത്തിന്റെ മുത്താണ്, ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ മുത്ത് അല്ലാഹുവിന്റെ റസൂലല്ലേ പറയുന്നത്. പിന്നെങ്ങനെ ഓടിക്കിതച്ച് വന്നിട്ട് മുസ്തഫ നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, ഈ 1 മണിക്കൂറിന്റെ ഉള്ളില് യാ റസൂലല്ലാഹ്, എന്റെ റൂഹ് ഇവിടുന്ന് പിരിയുമ്പോ, ഞാൻ ഇവിടുന്ന് മരിക്കുമ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അമല്, ഏറ്റവും വലിയ സൽക്കർമ്മം അതേതാന്ന് പറയോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചെറുപ്പക്കാര് പഠിച്ചോ. വഴിയോരത്തു നിൽക്കുന്ന എന്റെ കൂട്ടുകാരാ, എന്റെ ശബ്ദം നിങ്ങളുടെ കാതിലേക്കൊന്ന് കടന്നു വരുന്നുവെങ്കിൽ ഈ ഒരു കാര്യമൊന്ന് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ പറഞ്ഞില്ല, നോമ്പ് നോക്കാൻ പറഞ്ഞില്ല, ഉള്ളത് മുഴുവനും സ്വതക്ക ചെയ്യാൻ പറഞ്ഞില്ല, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞില്ല. പിന്നെ എന്തേ റസൂലുള്ള പറഞ്ഞു എന്നറിയോ? എവിടെയാണോ വഅദ് പറയുന്നത്, എവിടെയാണോ ദീന് പറയുന്നത്, ആ സ്വർഗത്തിലേക്ക് പൊക്കോ. അത് പറയാൻ പറഞ്ഞില്ല. അതൊന്ന് കേട്ടാൽ, ആ മജ്ലിസിലേക്കൊന്ന് കടന്നു പോയാ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൽക്കാരമാ, ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാ. അവിടെ ഇരുന്നിട്ട് കണ്ണു നിറഞ്ഞിട്ട്, അല്ലാഹുവേ, ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ, ദുഃഖങ്ങളുണ്ടല്ലോ, ആവലാദികളുണ്ടല്ലോ, വേവലാദികളുണ്ടല്ലോ, കടങ്ങൾ കാരണം വല്ലാത്ത സങ്കടത്തിലാ. എന്തിനാണ് ചെറുപ്പക്കാരാ പേടിക്കുന്നത്? എന്തിനാണ് പെങ്ങളെ പേടിക്കുന്നത്? ഇവിടെ നമ്മൾ 1.5 മണിക്കൂർ വഅദ് പറയുമ്പോ ഈ ഉള്ള ദീനിന്റെ മജ്ലിസിലേക്ക് ആവേശത്തോടെ കടന്നു വരാൻ എന്റെ പെങ്ങന്മാർക്ക് കഴിഞ്ഞാല്, എന്റെ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞാല്, എന്റെ വാപ്പമാർക്കൊന്ന് കഴിഞ്ഞു പോയാല്, എന്റെ ഉപ്പ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, എവിടെയാണോ ദീന് പറയുന്നത് അവിടത്തേക്കൊന്ന് പൊക്കോ. ഇന്നൽ മലായികത ലതലഉ അജ്നഹതിഹാ ലിതാലിബിൽ ഇൽമി റിളം ബിമാ യസ്നഉ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പഠിപ്പിക്കുകയാണ്, അറിവിനെ നേടിക്കൊണ്ടിരിക്കുന്നവര്, അറിവിനെ പ്രചരിപ്പിക്കുന്നവര്, അറിവിനെ കേട്ടുകൊണ്ടിരിക്കുന്നവര്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ ചിറവുകള് അവർക്ക് വിരിച്ചു കൊടുക്കുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ തിരുദൂതരേ, നബിയുൽ ഹറമൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകം നമ്മൾ ചിന്തിക്കുക, നബിതങ്ങൾ, മോനെ നീ പോയിട്ട് ഫുള്ള് നിസ്കരിച്ചോ, റൂഹ് പിടിക്കണ സമയം വരെ നിസ്കരിച്ചോ എന്ന് പറഞ്ഞില്ല. ഈ ഇരിക്കണം നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരെന്നറിയോ? നിങ്ങൾ ഇവിടെ ഇനിയിപ്പോ ഷമീർ ദാരിമി ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ വെറുതെങ്കിലും ഇവിടെ വന്നിരുന്നു ഇല്ലേ? നിങ്ങൾ വെറുതെങ്കിലും ഇവിടെ വന്നിരിക്കുക. പടച്ചോനെ, ദീന് പറഞ്ഞൊരു മജ്ലിസാണല്ലോ. ഇവിടെ ഒരുപാട് സാധുക്കളുണ്ട്, വയസ്സായ വാപ്പമാരുണ്ട്, വയസ്സായ ഉമ്മമാരുണ്ട്, കൊച്ചുമക്കളുണ്ട്, വയസ്സായവരുടെയും കുട്ടികളുടെയും ദുആക്ക് ഉത്തരമുണ്ട് എന്ന് മദീനത്തിന്റെ മണിമുത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മക്കളൊക്കെ നിഷ്കളങ്കരായിട്ട് ആമീൻ പറഞ്ഞ നമ്മൾ കഴിച്ചിലായില്ലേ? നമ്മുടെ ഉമ്മമാര്, വയസ്സായ വല്യമ്മമാര് തസ്ബീം പിടിച്ചിട്ട് അല്ലേ? കിൽത്താൻ ദ്വീപ് എന്ന് മാത്രമല്ല, ഞാൻ പഠിച്ച കുറേ ദ്വീപുകളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, ഇനി പോകാത്ത 2-3 ദ്വീപ് മുന്നേ മാത്രമേ ഉള്ളൂ, ബാക്കിയെടുത്ത് എത്തിക്കണ്. അൽഹംദുലില്ലാ, ഞാൻ ആദ്യം വരുന്ന അമനിയിലാണ് 10-12 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് ടിപ്പു സുൽത്താൻ കപ്പലുണ്ട്. ഇന്നുണ്ടാ? ഇന്നുണ്ടാത്? ഞാൻ കയറിയോട് സംഭവം പൂട്ടിക്കണത്.
അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പോ അന്നൊക്കെ ഒരവസ്ഥ ഞാൻ കണ്ടിരുന്നു അന്നത്തെ ദ്വീപിൽ. അതിനൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറ്റം പറയാണെന്ന് ആരും മനസ്സിലാക്കരുത്. നമ്മൾ നന്നാവാൻ വന്നവരാ ഞാനും നിങ്ങളും. ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ എന്നോടും കേൾക്കുന്ന നിങ്ങളോടും പറയാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മുടെ ദ്വീപുകളൊക്കെ മാറിയത് വേഷത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും മറ്റുള്ളവരോടുള്ള ബഹുമാനമാണെങ്കിലും ഒരുപാട് മാറിയിട്ടുണ്ട്. ഉള്ളത് പറയണ്ടേ, ഒരുപാട് മാറിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ നാളെ എന്നെ കാണാൻ ആരും മിണ്ടാതെ പോരുത്. ചിലപ്പോൾ ബഹുമാനം കൂടിയിട്ട് മിണ്ടാതെ കളയും. അത് വേണ്ട, മിണ്ടണം. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിയത് ഇന്ന് ഫസ്റ്റ് ദിവസമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല വിഷയങ്ങൾ പറയണം. കുടുംബജീവിതം കഴിഞ്ഞൊല്ലൊക്കെ നമ്മൾ ഉമ്മായും വാപ്പായും പറഞ്ഞെങ്കിലും വാപ്പാനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടില്ല. വാപ്പയെ പറ്റിയുള്ള കണ്ണ് നിറയുന്ന ചരിത്രങ്ങളുണ്ട്. നമുക്കൊക്കെ കേൾക്കണം. കേൾക്കണ്ടേ? കേൾക്കണമെന്നാ വേണ്ടെന്നാ പറഞ്ഞത്. ഞാൻ നിങ്ങൾ പോരാന്ന് പറഞ്ഞാണ് ഇങ്ങനെ നോക്കണില്ല. പിന്നെ ദജ്ജാൽ നോക്കുമ്പോൾ ഇല്ല. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ഉഷാറാക്കി തരട്ടെ. എല്ലാവരും ഉറക്കം ചൊല്ലിക്ക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. അള്ളാഹു നമ്മളെ ചൊല്ലിയ സ്വലാത്ത് ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ഖബർ ഷരീഫിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മൾ ചെല്ലുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കാൻ ദീനിൻ്റെ മജ്ലിസിൻ്റെ പ്രാധാന്യം. പൊന്നാര ഉപ്പമാരെ ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. വേണമെങ്കിൽ ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഉസ്താദിനെ വീട്ടിൽ പോവാം. ഇവിടെ ഇരിക്കണേനൊരു മഹത്വമുണ്ട്. അതിനിപ്പോൾ ഞാനായാലും അല്ലേ, ഉസ്താദ് ഇവിടെ പറയുന്ന കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഉസ്താദിനൊന്നും ഒരു അറിവില്ല പോലും. അപ്പം ഞാനൊക്കെ എന്താ പറയേണ്ടത്? അല്ല, എനിക്ക് അപ്പം തന്നെ ഞാൻ ചിന്തിച്ചു, പടച്ചോനെ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല എന്നായിപ്പോയി. ആ കപ്പലിൽ കയറി കിടന്ന് ഉരുണ്ടത് വെറുതെ ആയി. ഞാൻ ഒരുത്തനെ കൊണ്ടുവന്ന് പൊന്നാര വാപ്പമാർ ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഒരുത്തനെ കൊണ്ടുവന്ന് റസാഖ് എന്നാണ് പേര്. ഞാൻ അവൻ്റെ അടുത്ത് അവിടെ നിന്ന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞടാ ചങ്ങായി, ആദ്യമായിട്ടാണ് കപ്പലിൽ കയറുമ്പോൾ സൂക്ഷിക്കണം. കപ്പൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കരുത്, ഒരറ്റത്ത് കിടന്നോണം. ഇതെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ഹാലൊക്കെ പോയി. ഞാൻ ഒരറ്റത്ത് പോയിട്ട് കിടന്നു. കറക്റ്റ് ഭക്ഷണത്തിൻ്റെ ടൈമായപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി പൊന്നെപ്പോലെ ബിരിയാണി അടിച്ച് റാഹത്തായി അവൻ കപ്പലിൽ നടക്കുക. ഞാൻ അന്തം വിട്ടു. ഇപ്പം പറഞ്ഞ് ഞാനാരായി ഇല്ലേ? അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് ഞാൻ ഇവിടം വരെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം, നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാൻ ഇൻഷാ അല്ലാഹ്. അല്ലേ, നമ്മളിപ്പോൾ കഴിഞ്ഞ വട്ടം കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഇന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ശരി പേപ്പറിൽ എഴുതി തന്നാലും നാളെ അതിൻ്റെ മറുപടി ഇൻഷാ അല്ലാഹ് നമ്മൾ തരും. ഏത് വിഷയം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അല്ലാഹു നമ്മുടെ ഇൽമുകളിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഏറ്റവും നല്ല വഴി, അല്പം കൂടെ പറയുന്നുള്ളൂ, ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയായത് ആരാ പഠിപ്പിക്കുന്ന? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ നബി തങ്ങൾ വിളിച്ചിട്ട് പറയുന്ന, സ്വഹാബ, സ്വർഗത്തിന്റെ കവാടത്തിൽ മാലാഖമാർ നിന്നിട്ട് വിളിക്കുന്നതാരയാ? അല്ലാഹുവിനെ പറ്റി പറയുന്ന മജ്ലിസ് ഉണ്ടല്ലോ. ദ്വീപുകളെ സംബന്ധിച്ചിടത്തോളം പടച്ചവനെ പഴമയിൽ പുതുമയുണ്ടാക്കുന്നവരാണല്ലോ. യാ അല്ലാഹ്, ഇവിടത്തേക്ക് വരുമ്പോ തന്നെ കൂടെ വന്ന റസാഖിനോട് പറഞ്ഞു, പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ദ്വീപിലേക്ക് പോയാല് അത്ര മനോഹാരിതയാ, അങ്ങനത്തെ വീടുകളാ, അങ്ങനെ ഉള്ള നാട്ടുകാരാ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാ ഞാൻ ഇവിടത്തേക്ക് വന്നത്. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എന്റെ ഉമ്മ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ഒരു സദസ്സ്. അല്ലാഹുവേ,
നാളെ മുതൽ നമ്മൾ ഇവിടെ ആവേശത്തോടെ വരുമ്പോ നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുവന്നു ദീനിന്റെ മജ്‌ലിസിൽ എവിടെയാണോ നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ആ ഒരുക്കിയ സ്ഥലത്തേക്ക് നമ്മളൊന്ന് കയറുമ്പോ രണ്ടു മാലാഖമാരെ പടച്ചു തമ്പുരാന് പടച്ചിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരു മലക്ക് പറയാ, കണ്ടോ അവനെ ഞാൻ ഏറ്റെടുക്കുകയാണ്. മറ്റേ മലക്ക് പറയുകയാണ്, പോരാ, അവൻ എനിക്കുള്ളതാണ്. കാരണം അവൻ വരുന്നത് സ്വർഗത്തിലേക്കാണല്ലോ. അതുകൊണ്ട് അവസാന രണ്ട് മലക്കുകൾ തമ്മിൽ വിളിച്ചു പറയുമ്പോ മലക്കു ജിബ്രീൽ അവരോട് പറയാ, മലക്കുകളെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവനെ സ്വർഗത്തിൽ കൊണ്ടുവെക്കോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നിവിടെ ഇത്രയും നേരം ഉസ്താദ് പറഞ്ഞപ്പോഴും ഞാൻ ഈ വാള് പറയുമ്പോഴും ആവേശത്തോടെ ഓടി വന്ന ഉമ്മ ഒരിക്കലും നഷ്ടപ്പെടൂല, ഒരിക്കലും പാഴാകൂല. എന്തിനേറെ നരകത്തിലേക്കൊരു മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ഒരു മനുഷ്യനെ നരകത്തിലേക്കൊന്ന് കൊണ്ടുപോകുമ്പോ അവനോട് പടച്ചു തമ്പുരാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഒരു മനുഷ്യനെ കൊണ്ടുപോകുമ്പോ മലക്കു ജിബ്രീലിനോട് വിളിച്ചു പറയാണ്. അല്ല ചോദിക്കുന്നു, യാ ജിബ്രീൽ അദ്രിക് അബ്ദി വസ്അൽഹു ഹൽ കാന യജ്ലിസു മഅൽ ഉലമാ ഫഗ്ഫർ ലഹു ബിശഫാഅതിഹിം ഫയഖൂലു ലാ. ഇത് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നെ വിശ്വാസമല്ലേ? ഉസ്താദിനോട് ചോദിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിലേക്ക് ഒരു മനുഷ്യൻ പോവാണ്. അപ്പോ അള്ളാഹു മലക്ക് ജിബ്രീലിനെ വിളിച്ചിട്ടൊരു ചോദിക്കണം, ജിബ്രീലെ അവനെ കൊണ്ടുപോകണം നരകത്തിലേക്കാണ്. ഒന്ന് ചോദിക്കണം, അവൻ ഏതെങ്കിലും ഉലമാക്കളോടൊപ്പം ഇരുന്നിട്ടുണ്ടോ അല്ലേ? ചിന്തിക്കണം. ഉലമാക്കളോടൊപ്പം ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചപ്പോ നിങ്ങൾ പുസ്തകനോട് ഇരിക്കുന്നുണ്ട് അല്ലേ? ആലിമീങ്ങളോടൊപ്പം എന്നാ കൂട്ടത്തിൽ കൂടെ അള്ളാഹു നമുക്ക് അറിവ് കുറവാണ്. വലിയ വലിയ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിടം സ്വർഗത്തിന്റെ വീടായി കൊടുക്കട്ടെ. അല്ലെ, ഞാൻ എത്രയോ കൊല്ലം കൊണ്ട് മിത്തബയിൽ വാളിന് പോകുന്നു, ഈ തൊട്ടടുത്തും പോയിരുന്നു. അള്ളാഹു ഉസ്താദിന്റെ ഖബറിടം കണ്ണെത്താത്ത ദൂരത്തോളം അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ വലിയ ആലിമീങ്ങൾ പിറന്ന മണ്ണത്. അതുകൊണ്ടൊരിക്കലും പാഴാകൂല, ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് ചോദിക്കുന്നത്, ഹൽകാന യജ്ലിസു മഅൽ ഉലമാ. ജിബ്രീലേ, ഒന്ന് ചോദിച്ചു നോക്ക, ഉലമാക്കളോടൊപ്പം ഇരുന്നിട്ടുണ്ടോ എന്ന്. ഈ ഹദീസ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഞാൻ ഇരുന്ന് എഴുതാണ്. അപ്പോ നമ്മുടെ നാസിമിക്ക എന്റെ കൂടെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് വായിക്കാണ്. ഞാൻ ഇത് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞപ്പോ മൂപ്പര് പറയാൻ, അപ്പൊ ഞാൻ ഏതായാലും അപ്പൊ സ്വർഗത്തിലായെന്ന. ഞാൻ അള്ളാഹ് അങ്ങനെ ആയിക്കൊടുക്കട്ടെ, അവൻ പറയും അള്ളാഹ് അങ്ങനെ ആയിക്കൊടുക്കട്ടെ. ഉലമാക്കളോടൊപ്പം ഇരുന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട നമ്മുടെ പള്ളിയിലെ ഖാദിയോടൊപ്പം ഇരുന്നിട്ടുണ്ടോ? എന്റെ സഹോദരങ്ങളെ, ദീന് പഠിക്കുന്ന മക്കളുടെ, നമ്മുടെ മക്കളെ മദ്രസയിലെ ഉസ്താദിനോടൊപ്പം ഇരുന്നിട്ടുണ്ടോ? ആ സമയത്ത് പറയുന്നു, ഫയഖൂലു ലാ. ഇല്ല റബ്ബേ, പടച്ച റബ്ബേ, എങ്ങനെ ഇരുന്നിട്ടില്ല. ഉടൻ തന്നെ എവിടെന്ന് മലക്ക് ജിബ്രീൽ ചോദിക്കുകയാണ്, യാ റബ്ബീ ഇന്നക ആലിമുൻ, അല്ലാഹുവേ ഇന്നക ആലിമുൻ ബിഹാലി അബ്ദിക, നിന്റെ അടിമയുടെ അവസ്ഥ എന്താ റബ്ബേ? ഒരു ആലിമീങ്ങളോടൊപ്പം ഇരുന്നിട്ടില്ലെന്ന് പറഞ്ഞ പിന്നെ എന്ത് കഥയാ? അപ്പ റബ്ബ് പറയാണ്, ഇസ്അൽഹു അല്ല ഹബ്ബൽ ഉലമാ, ഉലമാക്കളെ ഇഷ്ടപ്പെടുന്നവനാണോ എന്ന് ചോദിച്ചു നോക്ക്. ആലിമീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണോ എന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ ചോദിച്ചപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞില്ല. അല്ലാഹുവേ, മലക്ക് ജിബ്രീൽ പറയുന്നു, അല്ലാഹ് അതുമില്ലാതെ പറയുന്നുണ്ട്. ഉടൻ തന്നെ അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ ജലസ അലാ മാഇദത്തിൻ മഅൽ ഉലമാ, ഉലമാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാരെങ്കിലും ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ഉലമാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാനെങ്കിലും ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. ഇതും പറഞ്ഞിട്ട് നാളെ ഞാൻ പോകുമ്പോ എന്റെ പിന്നാലെ എല്ലാവരും കൂടെ വന്ന വീട്ടുകാർക്ക് ഉണ്ടാവൂല. അതും കൂടെ പറഞ്ഞുതരാം. ഇനിയിപ്പോ ഉലമാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുക ഏതായാലും പറഞ്ഞു. ഇനിയിപ്പോ ഏതായാലും പോവാൻ ഉസ്താദ് വരുന്ന വഴിയും കാത്തിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അവിടെ ചില 5 ആൾക്ക് ഭക്ഷണം ഉണ്ടാവും.
ഏതായാലും അള്ളാഹു ഭക്ഷണം തരുന്ന എല്ലാ ഉമ്മമാരുടെ കരങ്ങൾക്കും അള്ളാഹു നല്ല സന്തോഷം കൊടുക്കട്ടെ, ഖുവ്വത്ത് കൊടുക്കട്ടെ. ആമീൻ പറയും. ഇവിടെ നിന്ന് പോകുമ്പോഴും എനിക്കെല്ലാം കിട്ടണം. അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ചോദിക്കാൻ അള്ളാഹ് ചോദിക്കുകയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോണ മനുഷ്യനെ പറ്റിയിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ജിബ്രീലേ ഹൽ ജലസ അലാ മാഇദത്തിൻ മഅൽ ഉലമാ, ഉലമാക്കളോടൊപ്പം ഇരുന്നിട്ടുണ്ടോ ഭക്ഷണം കഴിക്കാൻ? ഫയസ്അലുഹു, ആ സമയത്ത് ചോദിച്ചപ്പോ പറഞ്ഞു ഫയഖൂലു ലാ, ഇല്ല റബ്ബേ അങ്ങനെ ഇരുന്നിട്ടില്ല. ആ സമയത്ത് വീണ്ടും അല്ലാഹ് ചോദിക്കാൻ പറയാ, ഹൽ സകന ഫീ മസ്കനിൻ സകന ഫീഹി ആലിം, ഒരാലിം അവിടെ നിന്ന് കഴിഞ്ഞുകൂടിയ വീടുണ്ടല്ലോ, ആ വീട്ടിലെങ്കിലും താമസിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്ക്. അല്ലാഹുവിന്റെ ചോദ്യം എന്റെ ചോദ്യോ നമ്മുടെ ഈ നാട്ടിന്റെ ഖാളിയുടെ ചോദ്യം അല്ല. അല്ലാഹ് ചോദിക്കാണ്, ജിബ്രീലേ അല്ലാഹ് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ വിടാൻ വേണ്ടി നോക്കാൻ. ചെറിയ ചെറിയ നിസാരായ കാര്യമുണ്ടല്ലോ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അവനോടൊന്ന് ചോദിക്ക്, ഉലമാക്കൾ താമസിച്ചെടുത്തെങ്കിലും ഈ പേരും പറഞ്ഞ് നാളെ എല്ലാവരും അങ്ങോട്ട് വന്നേക്കറി, ഞാൻ പോയിട്ട് നിങ്ങൾ നോക്കോളി. അതാ പറഞ്ഞു, ഉലമാക്കൾ താമസിച്ച സ്ഥലത്തെങ്കിലും അവനൊന്നും അടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്ക്. ആ സമയം പറഞ്ഞു ഇല്ല അല്ലാഹുവേ അങ്ങനെയും വന്നിട്ടില്ല. അപ്പോൾ റബ്ബ് ചോദിക്കുകയാണ്, അൽ അഹബ്ബ റജുലൻ യുഹിബ്ബു ഉലമാ, ഉലമാക്കളെ ഇഷ്ടപ്പെട്ടിരുന്ന ഏതെങ്കിലും ഒരാളെ അവൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമോ? ആ സമയത്ത് മലക്ക് ജിബ്രീൽ ചോദിക്കാണ്, മോനെ ഏതെങ്കിലും ഒരാൾ ഉലമാക്കളെ ഇഷ്ടപ്പെട്ടു പോയ, ആലിമീങ്ങളെ ഇഷ്ടപ്പെട്ടു പോയ, അറിവ് പറഞ്ഞവരെ ഇഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഉള്ള ഒരാളെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോ ഇദ്ദേഹം പറയാണ്, അതേ ആലിമീങ്ങളെ ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പള്ളിയിലെ ഖാദിയോടൊപ്പം സംസാരിച്ചിരുന്ന, ഉസ്താദിനോടൊപ്പം നടന്നിരുന്ന, അല്ലെങ്കിൽ ഉസ്താദിന്റെ ബന്ധുവായിരുന്ന ഒരാളോട്, അത് നമ്മുടെ പള്ളിയിലെ ഖാദിയുടെ പ്രിയപ്പെട്ടവരല്ലേ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് മിണ്ടിപ്പോയാൽ, എന്ന് പറഞ്ഞൊന്ന് സംസാരിച്ചു പോയാ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം അറിയോ? അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് ഞാൻ അവിടെ നിന്ന് ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇൽമു പറയുന്നവരെ, ഇൽമു കേൾക്കുന്നവരെ സന്തോഷത്തോടെ സ്നേഹിച്ചിരുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ അല്ലാഹ് പറയുന്നു, ഖുദ് ബിയദിഹി വഅദ്ഖിൽഹുൽ ജന്ന فإنه كان يحب رجلا في الدنيا وكان ذلك الرجل يحب العلماء. പടച്ചവനെ ഉലമാക്കളെ ഇഷ്ടപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നവനാണ്, അവന്റെ കൈ പിടിച്ചോ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഒന്ന് കടന്നു പോകോ, ആ സ്വർഗത്തിൽ ഞാൻ അവനെ കടത്തിയിരിക്കുകയാണ്. ആലിമിന്റെ കൂടെ ഇരുന്നിട്ടില്ല, ആലിമിന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തിനാ ഞാൻ ഇത് പറയുന്ന എന്നറിയോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ്. എന്നെ നിങ്ങൾ വിട്ടേക്ക്. ഇവിടെ വഅദ് പറയുമ്പോ ആലിമീങ്ങൾ നമ്മുടെ മജ്ലിസിലുണ്ടല്ലോ, നിങ്ങൾക്ക് ലഭിക്കുന്ന കിൽത്താദീപിന്റെ മണ്ണിലുള്ള ഇവിടെ കടന്നിരിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ ഉസ്താദുമാരോടൊപ്പം ഇരിക്കുക എന്നുള്ളത്, കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളത്. അല്ലാഹുവേ മറ്റുള്ള നാടുകളെക്കാൾ, കരയിലേക്കാൾ 10-11 ദിവസവും വളരെ സന്തോഷത്തോടെ ദീനിന്റെ മജ്ലിസ് ലഭിക്കുന്ന നാടുകളല്ലേ ദ്വീപുകള്. അതുകൊണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒന്ന് വന്നിരുന്ന അല്ലാഹുവേ ഖുദ് ബിയദിഹി, കൈപിടിച്ചിട്ട് എവിടേക്കാ പോകുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിലേക്കാണ്. എന്റെ കൂട്ടുകാരാ, ഇത് പറഞ്ഞതാരെന്നറിയോ? ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ ചെറുപ്പക്കാരെ, അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പാഴാക്കരുത്, നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. എന്റെ കൂട്ടുകാരാ, നിങ്ങൾ ഫുട്ബോൾ കളി കണ്ടവരാണ്, അത് കാണണ്ടെന്ന് പറയുന്നവനല്ല. എനിക്കും ഇഷ്ടമുണ്ട്, എനിക്ക് അല്ലാഹുവേ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പാതിരാത്രി 12:30 മണിക്ക്, അതുപോലെ നേരം വെളുക്കുന്നതിന്റെ മുമ്പ് 8 മണിക്കും കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നവൻ പോലും അലാറം വെച്ചിട്ട് ചാടി എഴുന്നേറ്റ ഒരു സമയമുണ്ട്. അല്ലാഹുവേ നമുക്കൊന്നും കുഴപ്പമില്ല. ഇന്ന് സുബഹിയിൽ നിന്ന് ഖലാ, നിസ്കാരം ഖലാ. ഇന്ന് പല സ്ഥലങ്ങളിലും സ്കൂളുകൾക്ക് അവധി കൊടുക്കുമ്പോ നിസ്കാരങ്ങൾക്ക് അവധിയില്ലല്ലോ, നിസ്കാരങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാ, എന്റെ കൂട്ടുകാരെ, ഇനിയുള്ള ദിവസങ്ങള് പരിശുദ്ധമായ ദീനിന്റെ മജാലിസിലേക്കൊന്ന് കടന്നു വന്നോ. ഒരേ ഒരൊറ്റ ചരിത്രം ഞാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാട്, സ്വഹാബാ, നിങ്ങളുടെ കൂട്ടത്തില് ഉമ്മ മരണപ്പെട്ടവരുണ്ടോ, ബാപ്പ മരണപ്പെട്ടവരുണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മകളോ ഒരു മകനോ ദീന് പറയുന്ന മജ്ലിസിലേക്കൊന്ന് കടന്നു പോയാ അൽഹംദുലില്ലാഹ്, നിങ്ങൾ നടന്നു വരുന്ന ചുവടുകൾ പോലും ആ കബറിൽ കിടക്കുന്ന ഉമ്മക്കല്ല കാണിക്കുകയാണ്, കബറിൽ കിടക്കുന്ന വാപ്പക്കല്ല കാണിക്കുകയാ. ഇത് കണ്ടുകൊണ്ട് അടുത്തുള്ള കബർവാസിയോട് നമ്മുടെ ഉമ്മ വിളിച്ചു പറയുമല്ലോ, നമ്മുടെ വാപ്പ വിളിച്ചു പറയുമല്ലോ, യാ അല്ലാഹ്, അല്ലയോ പ്രിയപ്പെട്ട കബർവാസിയെ, കണ്ടോ കിൽത്താൻ ദ്വീപില് പ്രഭാഷണം നടക്കുമ്പോ എന്റെ മകൻ നടന്നിട്ടാണ് മജ്ലിസിൽ പോയിട്ടുള്ളത്, എന്റെ മകള് നടന്നിട്ടാ മജ്ലിസിൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എത്ര ചിരിക്കുന്നുവെന്നറിയോ? ഇന്നലെ വരെ ഞങ്ങൾ പറഞ്ഞത് വനഹ്നു ഫീ ഗുർബത്തിനാ, ഈ കബറിന്റെ ഉള്ളില് ഞങ്ങൾ കൂരിട്ടിലാണ് എന്ന് പറഞ്ഞ ഞങ്ങൾക്കും പ്രകാശമാ. എന്തുകൊണ്ടാണ് ഇതുപോലത്തെ പ്രകാശം ലഭിച്ചത്? നമ്മുടെ മക്കള് ദീനിന്റെ മജ്ലിസിൽ പോയപ്പോഴാ, വഅള് കേൾക്കാൻ പോയപ്പോഴാ, ഈ പാതിരാത്രി സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, വീടിന്റെ കത്തട്ടില് ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ജോലി ചെയ്തില്ലേ, അടുക്കളയുടെ 4 ചുമരിൽ കിടന്ന് പാടുപെട്ടില്ലേ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുമ്പോ എന്തേ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്റെ ഉമ്മ മലക്കുകളുടെ ദുആയാ, നാളെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വിസയാ. എന്തിനേറെ നരകത്തിലേക്ക് പോകേണ്ടുന്നൊരവസ്ഥ വന്നാലും അല്ല ചോദിക്കാ, ഉലമാക്കളോടൊപ്പം ഇരുന്നോ, ആലിമീങ്ങളോടൊപ്പം ഇരുന്നോ, അവര് സ്നേഹിച്ചവരെ സ്നേഹിച്ചോ. ഒന്നുകൾ നിങ്ങളുടെ ഭർത്താവ് നമ്മുടെ കൂടെ വരുന്നവരാകാ, ഉസ്താദിനോടൊപ്പം നടക്കുന്നവരാകാ, ഉസ്താദിനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരുന്നവരാകാ. പെങ്ങളെ, നിങ്ങളെത്ര ഭാഗ്യമുള്ളവരാ. അതുകൊണ്ട് നല്ല മനസ്സോടെ ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ വെച്ച് അടി ഉറച്ച ഒരു തീരുമാനമെടുക്കുക. നാളത്തെ മജ്ലിസിലേക്ക് വരുമ്പോ ഞാൻ ഒറ്റക്ക് വരൂല്ല, എന്റെ മക്കളുണ്ടാകട്ടെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ടാകട്ടെ, എന്റെ ഭാര്യ ഉണ്ടാകട്ടെ, എന്റെ സഹോദരങ്ങൾ ഉണ്ടാകട്ടെ. ആ ഒരു ചിന്തയിലൂടെ നല്ല മനസ്സോടെ കടന്നു വരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാടൊന്നും ഇന്ന് ഞാൻ നിങ്ങളോട് പറയണില്ല, ഇന്നൊന്ന് തുടങ്ങി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം ആരാണ്, ഇന്നിപ്പോ പറഞ്ഞ ഇനിയിപ്പോ നാളെ ആള് വരുമോ, വിഷയം പറഞ്ഞ ആള് വരുമോ, ആരാണ് നല്ല ഭർത്താവ്? ഈ കസേരയുള്ള മുഖമൊക്കെ എനിക്കറിയാം, ഞാൻ നോക്കുന്ന ആള്. അടുത്ത ദിവസം നല്ല ഭാര്യ ഇൻഷാ അല്ലാഹ്. കേക്കണ്ടേ? എന്താ ഇങ്ങനെ നോക്കി വേണോ വേണ്ടെന്നാ പറഞ്ഞത്? ആ വേണം. പിന്നെ ദ്വീപിൽ അൽഹംദുലില്ലാഹ് എല്ലാവരും സ്വാലിഹീങ്ങളും സ്വാലിഹത്തുക്കളാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. നാളെ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിലൂടെ റസൂലുള്ളാഹി തങ്ങൾ
പുന്നാര മകളുടെ കല്യാണത്തിന് കൊടുത്ത ഉപദേശങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പറയും. അള്ളാഹു കേൾക്കാനും പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.